ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് എഫ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് വരുവാണെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മൈനസ്, നമ്മുടെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ കൂടെ, അതായത് ടി ഇൻറ്റു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ടി ഇൻറ്റു സൈൻ 2t അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ നമ്മൾ സൈൻ 2tൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. എന്നിട്ട് എന്താണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ സൈൻ 2tയുടെ കിട്ടുന്ന ഉത്തരത്തിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഡെറിവേറ്റീവിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മൈനസ് എസ് കൊടുക്കും. നമ്മൾ ജനുവരി 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആയിരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ 2t. അപ്പൊ ടി ഇൻറ്റു സൈൻ 2t. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ എന്തായിരുന്നു? ഇ റേസ് ടു എ ടി. ഒരു ഫംഗ്ഷനകത്ത് ഇ റേസ് ടു എ ടിയും പിന്നെ എന്തെങ്കിലും ടേമും ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ആയിരുന്നു ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? ടി ഇൻറ്റു സൈൻ 2t ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ എന്ത് ചെയ്യണം? സൊല്യൂഷൻ ഇതിപ്പോ നമ്മൾ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിലാണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് വരുന്നത്. ഓക്കെ, ഇക്വേഷൻ എഴുതുന്നതിൽ ഒരു മാർഗമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഇത് സ്കിപ്പ് അടിക്കരുത്. ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു സൈൻ 2t ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ആണ് ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t എന്താണ്? ഡി ബൈ ഡി എസ് ഓഫ് ഇതെന്ത് കിട്ടുന്നു? സൈൻ 80യുടെ നിങ്ങൾക്കറിയാം അല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 എന്താ? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം അല്ലേ? അപ്പോൾ മൈനസ് ഇൻറ്റു ഇതിന്റെ എന്താ കോഷ്യന്റ് റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അല്ലാതെ എന്താ 1/s അറിയാമല്ലോ, 1/s ഡെറിവേറ്റീവ്. അതേപോലെ തന്നെ നമുക്കിത് ചെയ്യാം. ഓക്കെ, മൈനസ് 1/s സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2s എന്നൊക്കെ കിട്ടും. അപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടി കോഷ്യന്റ് റൂൾ വെച്ചിട്ടും ചെയ്യാം. ഇനി കോഷ്യന്റ് റൂൾ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്, 1/x ഡെറിവേറ്റീവ് എടുക്കുക. 1/x എന്താണ്? മൈനസ് 1/x സ്ക്വയർ ആണ് ഇൻറ്റു ഇവിടെ എന്താണ്? മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/s സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എന്താണ്? ഈ എസ് സ്ക്വയർ പ്ലസ് 4ന്റെ ഡെറിവേറ്റീവ് 2s കൂടെ വരും. അത് അറിയാത്തവർ കോഷ്യന്റ് റൂൾ വെച്ചിട്ട് എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 4 2ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4ന്റെ ഡെറിവേറ്റീവ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഇത് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്ന? മൈനസ് 4s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ഇവിടെ മൈനസ് ആണ്, മൈനസ് മൈനസ് പ്ലസ് ആയി എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതിപ്പോ നമുക്ക് കിട്ടിയത് എന്താ കിട്ടിയത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു സൈൻ 2tയുടെ ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് 2tയുടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇതെന്ത് കിട്ടുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t വിച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ഈ കോസ് 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. ഇവിടെ കോഷ്യന്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. കോഷ്യന്റ് റൂൾ ഇത് 4 ആണ്, മൈനസ് എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസിന്റെ 1 എസ് ഇൻറ്റു എസ് സ്ക്വയറിന്റെ 2s എസ് സ്ക്വയർ പ്ലസ് 4ന്റെ 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. മൈനസ് എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്
മൈനസ് എസ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ എന്ത് കിട്ടുന്നു? എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു മോഡലിലേക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ചെയ്യാം. ടി സ്ക്വയർ കോസ് എ ടി. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോട്ട് ചെയ്തോണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എ ടി വരുന്നത് ടി സ്ക്വയർ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്താ അറിയാവുന്നത്? ടി ഇൻറ്റു എഫ് ഓഫ് ടി എ ഇസ് ഈക്വൽ ടു എന്നാണ് അറിയാവുന്നത് അല്ലേ? അപ്പോൾ ജനറലി നമ്മൾ ഇതിന് ജനറലി നമ്മൾ പറയുന്നുണ്ട് ടി വരുന്നത് മാത്രമല്ല, ടി സ്ക്വയറോ ടി ക്യൂബോ ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്ന് എഴുതിക്ക്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു എൻ ഡി പൈ ഡി എസ് ഡി റേസ് ടു എൻ ആണ്. ഡി എസ് എൻ റേസ് ടു എൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ഇതാണ് സംഭവം. ഈ ഒരു ഇത് വെച്ചിട്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് 2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1ന്റെ സ്ക്വയർ. ഓക്കെ, മൈനസ് 1ന്റെ സ്ക്വയർ ഇൻറ്റു ഡി, ഇവിടെ കണ്ടോ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്നല്ലേ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? മൈനസ് 1 റൈസ് ടു 2 ഡി ബൈ ഡി എസ് സ്ക്വയർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത് എങ്ങനെ മാറ്റാൻ പറ്റും? ഞാൻ ഇത് ജസ്റ്റ് സിമ്പിൾ ആക്കി കാണിച്ചു. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് 2t അല്ലല്ലോ, കോസ് 80 അല്ലേ? ഞാനിവിടെ കോസ് 80 ആണേ. കോസ് 80നെ ഞാൻ ഒന്ന് മാറ്റി കാണിച്ചു തരാം. അതായത് എന്താ വരുന്നത്? ഞാൻ ഈ സാധനം ഉണ്ടല്ലോ ടി സ്ക്വയർ കോസ് 80 എന്നത്, അതിനെ ഞാൻ ടി ഇൻറ്റു ടി കോസ് 80 എന്ന് എഴുതും. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പൊ ഈ ഒരു ടേം, അതായത് ഈ ഒരു എന്താ പറയുക, ഇതിനെ നിങ്ങൾ എഫ് ഓഫ് ടി ആയിട്ട് ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ടി ഇൻറ്റു എഫ് ഓഫ് ടി ഫോം ആയില്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ടി ഇൻറ്റു കോസ് 80ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. ഈ എന്താ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി വെച്ചിട്ട്. എന്നിട്ട് അതിന്റെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് 80 ഒന്ന് കണ്ടുപിടിച്ച് അപ്പൊ എന്ത് കിട്ടുന്നു നോക്കാം. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് കോസ് 80 എന്താണ്? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇനി ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ മൈനസ് കോഷ്യന്റ് റൂൾ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എസ് സ്ക്വയർ എസ് ഇൻറ്റു 2s അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യുക. എസ് ഇൻറ്റു 2s, അപ്പൊ 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതിപ്പോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് 80 ആ കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാനിത് മാറ്റിക്കോട്ടെ. അപ്പൊ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് 80 അകത്തോട്ട് കൊടുക്കുമ്പോൾ എന്താണ്? മൈനസ് ഡി പൈ ഡി എസ് ഓഫ് എന്ത് കിട്ടുന്നു? ഇപ്പൊ കിട്ടിയതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം അല്ലേ? ഇപ്പൊ കിട്ടിയത്, അതായത് ഇപ്പൊ സപ്പോസ് ഞാൻ ഇത്
അതായത് ഞാൻ മുകളിൽ എഴുതിയത് മുകളിലോട്ട് പോകാൻ വയ്യ, അതുകൊണ്ടാണ് മുകളിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, ടി ഇൻറ്റു കോസ് 80 എഴുതിയേക്കുന്നത് അല്ലേ. ഈ ടി കോസ് 80 നിങ്ങൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കുക. അപ്പൊ എന്ത് കിട്ടുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല വെച്ചിട്ട് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്നല്ലേ. ഈ ഒരു പോർഷൻ എന്താ എനിക്ക് കിട്ടിയത്? ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ അതിന്റെ ഒരു തവണയും കൂടെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ മതി, അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഫുൾ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ഇപ്പൊ കിട്ടിയിട്ടുള്ള ആൻസർ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, മൈനസ് ക്വോഷ്യൻ റൂള് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് കിട്ടുന്നു? 2s എന്ന് കിട്ടുന്നില്ല, 2s മൈനസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 2s ഒത്തിരി ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ വേണം ഉപയോഗിക്കാൻ. നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലേ. അപ്പൊ ഈ രണ്ട് ടൈമിലും എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ടൈം ഇല്ലേ, അതെടുത്ത് നമുക്ക് വെളിയിട്ടാല്ലേ. വെളിയിലിട്ടാൽ എങ്ങനെ കിട്ടും? മൈനസ് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതിന്റെ കൂടെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വെളിയിൽ പോയാൽ ഈ ബ്രാക്കറ്റിനകത്ത് അപ്പൊ എന്ത് കിട്ടുന്നു? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഒരെണ്ണം ആവുന്നു ഇൻറ്റു 2s മൈനസ് ഇതെന്ത് കിട്ടുന്നു? 4s എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയി. അവിടുത്തെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് വെളിയിൽ പോയേക്കുന്നത്. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇവിടെ നിന്ന് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 4 ആയിരുന്നു വരുന്നത് അല്ലേ, സോറി ഹോൾ റേസ് ടു 2 വരും, അപ്പൊ ഹോൾ റേസ് ടു 4 വരത്തില്ലേ. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ റേസ് ടു 4 വരും. അപ്പൊ ഇതെന്താ വരുന്നത്? കട്ടാക്കി കളയാം അല്ലെ, കട്ടാക്കിയിട്ട് നമുക്ക് ക്യൂബ് അല്ലേ വരുന്നത്, ക്യൂബ്. ഇവിടെ പോയിട്ട് ഇത് 3 വന്നു. ഇപ്പൊ ബാക്കി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ടൈം ഒന്നുകൂടെ എഴുതിയിട്ട് ഞാൻ പുറത്തോട്ടൊരു സാധനം കൂടെ എടുക്കാവേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2s ഡിവൈഡഡ് 2s മൈനസ് ആണ് 4s എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ ക്യൂബ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് ഇതിനകത്ത് നോക്കി, ഇവിടെ ഒരു 2s ഉണ്ടല്ലേ, ഇവിടെ ഒരു 4s ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് അതിനകത്ത് നമുക്ക് 2s ടൈമിന് എടുത്ത് വെളിയിടാം അല്ലേ, 2s ടൈം എടുത്ത് വെളിയിടാം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കണം, എന്നിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നോക്കാം. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതുവാണേ. മൈനസ് 2s ആണ് വെളിയിൽ പോന്നെ. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇവിടെ 4s ആയിരുന്നു, അവിടെ ഇപ്പൊ 2s വെളിയിൽ പോയപ്പോ 2 അല്ലേ, ആ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2s സ്ക്വയർ മൈനസ് അല്ല പ്ലസ് 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ ക്യൂബ്. ഓക്കെ, ഇത്രയും കൊണ്ട് നമുക്ക് എഴുതി നിർത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി കോസ് 3t. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കണ്ടോ, ടിയുടെ ടൈമും ഉണ്ട്, ഇ റേസ് ടു എക്സ്പോണൻഷ്യലും ഉണ്ട് അല്ലേ. അതായത് ഇ റേസ് ടു ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കണ്ടിട്ട് അതിൽ എസ് ഉള്ളിടത്ത് എസ് മൈനസ് എ കൊടുക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്യുന്നത് ഇ റേസ്റ്റ് മൈനസ് ടി ഈ ടി കോസ് 3t എന്ന് പറയുന്നത് ഞാൻ എഫ് ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് 3t കണ്ടുപിടിച്ചിട്ട് എസിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? എസ് പ്ലസ് 1 കൊടുക്കണം. ഇവിടെ ഇ റേസ്റ്റ് മൈനസ് ടി അല്ലേ, അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ -1, അപ്പൊ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 കൊടുക്കണം. ഇനി ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് 3t കാണുന്നത് എങ്ങനെ? ഇത് കാണുന്നത് എങ്ങനെ? മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി വെച്ചിട്ടല്ലേ. അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t ആണ്. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1. അപ്പൊ എന്ത് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t എന്താണ്? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ മൈനസ്, ഒന്ന് വെയിറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തു പോണേ. മൈനസ് എന്ത് കിട്ടുന്നു? എസ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എസിന്റെ 1. ഇനി എന്താണ്? എസ് ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1. ഇത് നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റ് ഒന്ന് സോൾവ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടുന്നു? എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1. വിച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? മൈനസ് എസ് സ്ക്വയർ മൈനസ് 2s സ്ക്വയർ എന്താണ്? മൈനസ് എസ് സ്ക്വയർ അല്ലേ? മൈനസ് എസ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1. ആ മൈനസിനകത്തോട്ട് കയറ്റുമ്പോൾ എസ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. വിച്ച് ഇസ് ഈക്വൽ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ആണ്. ഇനി എസ് ഇസ് ഈക്വൽ ടു എസ് ഉള്ളിടത്തെല്ലാം നമ്മൾ എസ് പ്ലസ് 1 കൊടുത്താലേ നമ്മുടെ ഫൈനൽ ആൻസർ ആകത്തുള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 9 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോണേ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതേപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സോറി, ഡിവിഷൻ പ്രോപ്പർട്ടിയാണ്. ഡിവിഷൻ പ്രോപ്പർട്ടി നമ്മൾ ഷിഫ്റ്റിംഗ് പറഞ്ഞല്ലോ. ഡിവിഷൻ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഡിവിഷൻ ബൈ ടി. ഡിവിഷൻ ബൈ ടി. അപ്പൊ ഈ ഡിവിഷൻ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടി അത്രേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഫോം. ഡിവിഷൻ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ടി വരുന്നു, എഫ് ഓഫ് ടി ബൈ ടി ഫോം. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടീസ്, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പഠിച്ചു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, പിന്നെന്താണ് ഇപ്പൊ അടുത്ത ഡിവിഷൻ പഠിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിൽ ഇപ്പൊ ഡിവൈഡഡ് ബൈ ടി വരുവാണെങ്കിൽ, അല്ലെ ടി ഇൻറ്റു സംതിങ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്ത് വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, എന്തിന്റെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കേണ്ടതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള മുന്നോട്ടാണെങ്കിലും പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാം, അല്ലെങ്കിൽ ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നതിൽ എങ്ങനെ ചെയ്യാം, അല്ലെ ഇ റേസ് ടു എ ടി ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നതിൽ എങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാമെന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഡിവിഷൻ ബൈ ടി ചെയ്യുമ്പോഴും ഈ ഡിവിഷൻ ബൈ ടി ഡയറക്റ്റും ചോദിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അറിയാം, ഏതെങ്കിലും പ്രോബ്ലത്തിൽ അതിന്റെ കൂടെ ഈ ഡിവൈഡഡ് ബൈ ടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഡിവിഷന്റെ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഡിവിഷൻ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൽ ഓഫ് എഫ് ഓഫ് ടി നിങ്ങൾക്കറിയാം എന്തുവാണ്? എഫ് ഓഫ് എസ് ആണ്. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഇന്റഗ്രൽ എന്താ വരുന്നത്?
ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ആണ് എഫ് ഓഫ് എസ് ഡി എസ് ആയിരിക്കും. അതായത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫ് ഓഫ് ടി, സോറി ഒരു സെക്കൻഡ്, ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡി എസ് ആയിരിക്കും. ഇതാണ് സംഭവം. അപ്പൊ നമ്മളെ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഡിവിഷൻ പ്രോപ്പർട്ടിയുടെ അങ്ങനെ പ്രോബ്ലംസ് വരാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വന്നിട്ടുള്ളൂ, വലുതായിട്ട് വരുന്നില്ല. പക്ഷെ നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും 2 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ടി ആണ്. സൊല്യൂഷൻ കണ്ടോ, ഇവിടെ കണ്ടോ, ഡിവൈഡഡ് ബൈ ടി വന്നപ്പോൾ നമ്മുടെ എന്ത് ഫോമായി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്ന ഫോമായി, വിച്ച് ഈസ് ഈക്വൽ എന്താ, എസ് ടു ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡി എസ് ആണ്. അതായത് എഫ് ഓഫ് ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് അതിന്റെയാണ് ഇന്റഗ്രൽ എടുക്കുന്നത്. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് 1 മൈനസ് ഇ റേസ് ടു ടി ആണ്. ഓക്കെ, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ഡി എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു ഡി എസ് ആണ് വരുന്നത്. നമുക്കറിയാം ഇന്റഗ്രൽ 0 ടു സോറി ഇന്റഗ്രൽ 0 അല്ലല്ലോ, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്, 1 ബൈ എസ് ആണ്, മൈനസ് ഇതെന്ത് കിട്ടുന്നു, ഇ റേസ് ടുവിന്റെ എന്തായിരുന്നു, ഇ റേസ് ടു എ ടിയുടേത് പ്ലസ്, അപ്പോ എന്ത് കിട്ടുന്നു, എസ് മൈനസ് 1 അല്ലേ, ഡി എസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ എടുക്കാന്ന് പറയുന്നതാണ് നമ്മുടെ. അപ്പോൾ 1 ബൈ എസിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് അറിയാം, ലോഗസ് അല്ലേ, അപ്പൊ എന്ത് കിട്ടുന്നു, ഇത് ലോഗസ് എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റേതോ ലോഗ് ഓഫ് എസ് മൈനസ് 1 എന്ന് കിട്ടുന്നു, എസ് ടു ഇൻഫിനിറ്റി. അപ്പോ ഇനി ഇതിനകത്ത് നമുക്ക് ഇത് കണ്ടോ, ലോഗ് എസ് മൈനസ് ലോഗ് എസ് മൈനസ് 1 അല്ലേ, ഇതിനെ നമുക്ക് ഒന്നുകൂടി ലോഗ് എ ബൈ ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ, ലോഗ് എ ബൈ ബി അല്ലേ, അപ്പൊ ലോഗ് എ ബൈ ബി. ദസ് ആണ്, മാറിപ്പോകല്ലോ. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ലോഗ് ഈ ഡിനോമിനേറ്ററിൽ ഒരു എസ് ഉണ്ട്, ന്യൂമറേറ്ററിൽ ഒരു എസ് എടുത്ത് വെളിയിലിട്ടാൽ 1 മൈനസ് 1 ബൈ എസ് എന്നായി മാറും, പോയി എസ് ടു ഇൻഫിനിറ്റി. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് അറിയാം, നമ്മളിപ്പോ ഇതിപ്പോ ഇൻഫിനിറ്റി കൊടുക്കാം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ കോമൺ ആയിട്ടൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ നമുക്ക് എന്തായി, ലോഗ് 1 ബൈ 1 മൈനസ് 1 ബൈ എസ് ഈ ഒരു ഫോമിലായിട്ടുണ്ടല്ലേ, എസ് ടു ഇൻഫിനിറ്റി. ഇനി അപ്പർ ലിമിറ്റ് കൊടുത്തേ, ലോഗ് 1 മൈനസ് 1 ബൈ 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി മൈനസ് ലോഗ് 1 ബൈ 1 മൈനസ് എസ് ബൈ 1 ബൈ എസ്. അതേപോലെ എഴുതിയാൽ മതി. ഇതെന്ത് കിട്ടുന്നു, എന്നാലും 0 അല്ലേ കിട്ടുന്നത്, ലോഗ് 1 0, ലോഗ് ഇതെന്താ കിട്ടുന്നത്, എസ് മൈനസ് 1 ഡിവൈഡ് ബൈ എസ് അല്ല, അപ്പൊ എസ് ബൈ എസ് മൈനസ് 1 എന്ന് കിട്ടുന്നു. ഈ മൈനസ് കളയാനായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമുക്ക് ലോഗ് ഓഫ് ഇങ്ങനെ ലോഗ് എക്സ് റൈസ് ടു എ ഫോമിലോട്ട് ഇതിനെ മാറ്റാം, എ ലോഗ് എക്സ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കപ്പോ ലോഗ് ഓഫ് എസ് മൈനസ് എസ് മൈനസ് 1 ഹോൾ റൈസ് ടു മൈനസ് 1 എന്ന് എഴുതാം. അങ്ങനെ വേണേ നമ്മൾ ആ ലോഗ് എക്സ് റൈസ് ടു എ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ എസ് ബൈ എസ് മൈനസ് 1 ഹോൾ റൈസ് ടു മൈനസ് 1 ഇല്ല, അപ്പൊ അതിന്റെ ആ പവർ മൈനസ് 1 മാറ്റാൻ നേരെ തിരിച്ച് റെസിപ്രോക്കൽ ഇട്ടാൽ എസ് മൈനസ് 1 ഡിവൈഡ് ബൈ എസ്. അതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് എസ് ആണ്.
അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് സമയം വളരെ കുറവാണ്. പെട്ടെന്ന് അടുത്തടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2t/t ആണ്. ഇതെങ്ങനെ ചെയ്യുന്നത്? ഇതും നമ്മുടെ എന്താണ് f(t)/t ഫോം അല്ലേ? അതായത് ഇന്റഗ്രൽ h to ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(t) കാണുന്നു, എന്നിട്ട് ds ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഇവിടെ f(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin 2t ആണ്. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t എന്താണ്? 2/s²+4 ആണ്. അപ്പോൾ അത് കൊടുത്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ഇന്റഗ്രൽ s to ഇൻഫിനിറ്റി. താഴെ ഇത് സോൾവ് ചെയ്ത്, ഇത് ഇക്വേഷൻ അല്ലേ, അപ്പോൾ താഴെ നമുക്ക് ഒന്നും എഴുതാം അല്ലേ, എന്നിട്ട് കൊടുക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t/t ആണ്. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ s to ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t ds, which is equal to s to infinity 2/s²+4 ds എന്നാണ് കിട്ടുന്നത്. 2 എടുത്ത് വെളിയിലിട്ടാൽ s to infinity 1/s²+4 ds എന്ന് കിട്ടും. ഇനി ഇന്റഗ്രൽ വേണമല്ലോ. ഇന്റഗ്രൽ 1/s²+a² ds എന്ന് പറയുന്നത് 1/a tan inverse x/a എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് 2 × 1/a എന്താണ് ഇവിടെ? a4 അല്ലേ, സോറി a2 അല്ലേ, 2² ആണിത്. അപ്പോൾ a2, അപ്പോൾ 1/2 tan inverse s/2 s to ഇൻഫിനിറ്റി. അവിടുത്തെ 2 വെട്ടിപ്പോയി. tan inverse s/2 s to ഇൻഫിനിറ്റി ആയി. ആദ്യം ഇൻഫിനിറ്റി കൊടുക്കാം അല്ലേ. tan inverse ഇൻഫിനിറ്റി മൈനസ് tan inverse s/2. s ഉള്ളിടത്ത് s തന്നെ കൊടുക്കാം, അത്രേ ഉള്ളൂ, വേറെ മാറ്റമൊന്നും. tan inverse ഇൻഫിനിറ്റി എന്താ? ടാനിന്റെ വാല്യൂ ഏത് ആംഗിളിലാണ് ഇൻഫിനിറ്റി ആകുന്നത്? π/2 ആണ്. അപ്പോൾ π/2 മൈനസ് tan inverse s/2. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് cos t / t² ഉണ്ട്, t². ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് cos t/t എന്ന് എഴുതാം. ഓക്കെ അല്ലേ, അത് ശരിയല്ലേ? അപ്പൊ ഇവിടെ f(t) എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ f(t) ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 1 മൈനസ് cos t/t എടുത്തേക്കും. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് cos t/t is equal to integral s to infinity ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് cos t/t ds ആണ്. Which is equal to s to infinity ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, സെപ്പറേറ്റ് ചെയ്യാം അല്ലേ, സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു, മിസ്റ്റേക്ക് വരും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് cos t/t ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. എന്ത് കിട്ടുന്നു? s to infinity ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് cos t ds എന്ന് വരുന്നു അല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇന്റഗ്രൽ എടുക്കാമല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു s to infinity ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos t ds എന്ന് വരുന്നത് അല്ലേ. s to infinity ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താ വരുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s, മറ്റേ എന്ത് കിട്ടുന്നു?
കോസ്റ്റിയുടേത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ചെയ്തേ 1/s മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ds. ഇനി നമ്മൾ ഇവിടെ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ 1/s നമുക്കറിയാമല്ലേ, ലോഗസ് എന്നറിയാം. അടുത്ത ടൈം എന്താ, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് എന്നാണ്. അവിടെ മുകളിൽ ഒരു 2s ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് log ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റേ ഇന്റഗ്രൽ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ. ഏത് പ്രോപ്പർട്ടി അതന്നെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കാതെ. ഈ പ്രോപ്പർട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കും. ഇവിടെ രണ്ടാമത്തെ ടേമിന്റെ എന്താണ്, ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 1, അതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടോ, ന്യൂമറേറ്റർ 2s പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്താ ഇതാക്കാനായിട്ട് നമ്മൾ 2 ഇവിടെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ സെറ്റായി. നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1/s മൈനസ് 2s ഡിവൈഡ് ബൈ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ds എന്നായി മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്യാം. 1/s എന്താണ്, ലോഗസ് മൈനസ് 1/2 ഇൻറ്റു ഇതിന്റെ എന്ത് കിട്ടുന്നത്, ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയും, എസ് ടു ഇൻഫിനിറ്റി. സെറ്റാണ്. ഇനിയിപ്പോ നമ്മളെ എന്താ ലോഗിൻ്റെതൊക്കെ സംഭവമൊക്കെ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ആക്കിയിട്ട് വേണം കൊടുക്കാം. അപ്പോൾ 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1, അതായത് ലോഗ് എക്സ് റൈസ് ടു എ എന്താണ്, എ ലോഗ് എക്സ് എന്നല്ലേ. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോമിലോട്ടാണ് എ ലോഗ് എക്സ് കിടക്കുന്നത്. അപ്പോൾ ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റൈസ് ടു അല്ലേ, എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റൈസ് ടു 1/2 എസ് ടു ഇൻഫിനിറ്റി. ഇനി വല്ലതും ഉണ്ടോ, ഇനി നമുക്ക് ഈ എസ് സ്ക്വയർ പ്ലസ് 1 നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ലോഗ് എസ് മൈനസ് ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. ഈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റൈസ് ടു 1/2 എസ് ടു ഇൻഫിനിറ്റി. ഇപ്പൊ എന്തായി, ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ, ലോഗ് എ ബൈ ബി ഫോം ആയി. നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് എസ് ഡിവൈഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 എസ് ടു ഇൻഫിനിറ്റി ഫോം. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇനി നമുക്ക് ഇൻഫിനിറ്റി കൊടുക്കണമല്ലേ. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് 0, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പൊ നമ്മൾ എസ് കോമൺ ആയിട്ട് എടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം, അതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പൊ ലോഗ് എസ്, ഒരു എസ് വെളിയിട്ടെ. അപ്പൊ ഡിനോമിനേറ്ററിനകത്തുനിന്ന് ഒരു എസ് വെളിയിടുന്നു. അപ്പൊ എസ് സ്ക്വയറിൽ നിന്ന് ഒരു എസ്, ഡിനോമിനേറ്ററിൽ എന്താ റൂട്ട് അല്ലേ, റൂട്ട് എസ് സ്ക്വയർ അതിന്റെ സൈഡിലായിട്ട് നോക്കൂ, റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 കിടക്കുക. ഇതിനകത്തുനിന്ന് എസ് സ്ക്വയർ എടുത്ത് വെളിയിലിട്ടാൽ എന്ത് കിട്ടുന്നു, റൂട്ടിന് വെളി വന്നാൽ എസ് ആവും. 1 + 1/s സ്ക്വയർ എന്ന് റൂട്ടിനകത്ത് വന്നു. അപ്പൊ അങ്ങനെ ഞാൻ വരും 1 + 1/s സ്ക്വയർ. ഇത് കട്ട് ചെയ്തതാണ്. എന്നിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുന്നത്. ഇവിടെ ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി. അടുത്തത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാമല്ലോ. ലോവർ ലിമിറ്റ് എന്താ, ലോഗ് എസ് ഡിവൈഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1. ഇവിടെ ഇപ്പൊ എന്ത് കിട്ടുന്നു, ലോഗ് 1 കിട്ടും അല്ലേ. അപ്പൊ മൈനസ് ലോഗ് എസ് ഡിവൈഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 എന്നായി മാറും. ലോഗ് 1 ആയി കിട്ടുന്നത്, 0. അപ്പോൾ മൈനസ് വന്നു. മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതാം, ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റൈസ് ടു -1 എന്ന് എഴുതാം. ഇത് -1 പവർ തിരിച്ചിട്ടാ പറയാം, റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എസ്.
ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ല, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി പഠിച്ചേക്കണം, വേണേ ചോദിക്കാം കേട്ടോ. ആ sin 2t/2 കൂടെ നോക്കിയേക്കണേ, അതും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ നേരത്തെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു e⁻⁻⁸ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം പെട്ടെന്ന്, നിങ്ങൾക്കത് ചോദിക്കുമെന്ന് അറിയില്ല. പഴയ സ്കീമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഒരു മോഡലിൽ e⁻⁻⁸ ഇത് പക്ഷെ നോക്കിക്കോണം, എളുപ്പമാണിത്. ഇതെന്താ കിട്ടുന്നത്? which is equal to integral s to infinity Laplace transform of e⁻⁻⁸ minus e⁻⁻bt ds which is equal to എന്ത് കിട്ടുന്നു? s to infinity Laplace transform of e⁻⁻⁸ minus Laplace transform of e⁻⁻bt ds. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോന്നിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം e⁻⁻⁸ എന്താണ്? s to infinity 1/s plus a minus 1/s plus b ds which is equal to integral അങ്ങ് കണ്ടുപിടിച്ചു. 1/s plus a എന്താണ്? log അല്ലേ, log s plus a ആയി, log of s plus a ആയി മാറി, മൈനസ് log of s plus b ആയി മാറി, s to infinity. ഇത് log a മൈനസ് log b അല്ലേ, അപ്പൊ log of a/b ഫോം ആയി. ഇനിയിപ്പോ നമ്മള് ഫസ്റ്റ് ഇൻഫിനിറ്റി കൊടുക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയി കൊടുക്കണം കേട്ടോ. ലിമിറ്റ് s ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് s പ്ലസ് എ എസ് പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലാണ്, മൈനസ് ഇത് അതേപോലെ തന്നെ ലോഗ് s പ്ലസ് എ എസ് പ്ലസ് ബി. ശരിക്കും ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ അവിടെ വരുന്നത്? അവിടെ 0 ആണ് വരുന്നത്, 0 വന്നു, മൈനസ് എന്ത് കിട്ടുന്നു? ലോഗ് ഓഫ് s പ്ലസ് എ എസ് പ്ലസ് ബി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് s പ്ലസ് എ എസ് പ്ലസ് ബി ഹോൾ റേസ്റ്റ് മൈനസ് 1 എഴുതാം അല്ലേ. ഇതെന്ത് കിട്ടുന്നു? റേസ്റ്റ് പവർ -1 മാറ്റാനായിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ ചെയ്താൽ പോലെ s/b s പ്ലസ് എ. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.